നമസ്കാരം. ദില്ലി മദ്യനയ അഴിമതി കേസിൽ 7ാം തവണയാണ് ഇഡി അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. പക്ഷേ ഈ 7ാം തവണയും, അതായത് ഇന്നും അരവിന്ദ് കെജ്രിവാൾ ഇഡിക്ക് മുന്നിൽ ഹാജരാവില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാർ തങ്ങളിൽ സമ്മർദ്ദമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നും യാതൊരു കാരണവശാലും തങ്ങൾ INDAA എന്ന പ്രതിപക്ഷ മുന്നണി വിട്ട് വരില്ല എന്നുമൊക്കെയാണ് ഇതിനോടുള്ള പ്രതികരണം എന്ന നിലയ്ക്ക് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ എല്ലാ സമൻസുകളും വിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. 7ാമത്തെ സമൻസ് കൂടാതെ ഫെബ്രുവരി 14, ഫെബ്രുവരി 2, ഫെബ്രുവരി 18, ജനുവരി 3, ഡിസംബർ 22, 2023, നവംബർ 2-ാം തീയതി എന്നീ തീയതികളിലായിരുന്നു ഇഡി 6 സമൻസുകൾ അയച്ചിരുന്നത്. ഫെബ്രുവരി 17-ന് എക്സൈസ് പോളിസി കേസിൽ 5 സമൻസുകൾ ഒഴിവാക്കിയതിന് ഇഡിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് മാർച്ച് 16-ാം തീയതി നേരിട്ട് ഹാജരാവണമെന്ന് കോടതി അരവിന്ദ് കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. കാരണം നിരന്തരമായി ഇങ്ങനെ സമൻസ് അവഗണിക്കുമ്പോൾ അല്ലെങ്കിൽ നിഷേധിക്കുമ്പോൾ അത് അറസ്റ്റിൽ തന്നെ വന്ന് കലാശിക്കും. ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം അയലത്ത് തന്നെയുണ്ട്. ഹേമന്ത് സോറൻ ആയിരുന്നു. ഹേമന്ത് സോറന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചതും. ഇത് ആവർത്തിക്കണമെന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി ആഗ്രഹിക്കുന്നതും. കാരണം ഇപ്പോൾ രാജ്യ തലസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അവരുടെ ശക്തി കേന്ദ്രം തന്നെയാണ് ദില്ലി എന്ന് പറയുന്നത്. ഇതേ ദില്ലിയിലേക്ക് തന്നെയാണ് കർഷകർ സമരം എന്ന പേരിൽ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കർഷക സമരം മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കും. എന്തായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മദ്യ കുംഭകോണം കത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തലസ്ഥാനത്ത് അത് തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള എല്ലാ പരാക്രമങ്ങളും ആം ആദ്മി പാർട്ടി ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായി അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാവാതിരിക്കുന്നതും. എന്നാൽ രാജ്യ തലസ്ഥാനത്ത് മാത്രമേ മദ്യനയ കേസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചർച്ചയിൽ വരൂ എന്ന് ധരിച്ചെങ്കിൽ തെറ്റി. തെലങ്കാനയിൽ കൂടി അത് സജീവമായ ചർച്ചാ വിഷയമാകും. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനായി CBI നൽകിയ നോട്ടീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ BRSന്റെ സമിതി നേതാവും തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന K. ചന്ദ്രശേഖർ റാവുവിന്റെ മകളുമായ K. കവിത കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ ദില്ലിയിലെ ഈ മദ്യനയ അഴിമതി കേസ് അത് രാജ്യ തലസ്ഥാനത്തും അതിനോടൊപ്പം തന്നെ ഇങ്ങ് ദക്ഷിണേന്ത്യയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിഷയമാകും എന്ന് തന്നെ ഉറപ്പിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.